മഹാരാഷ്ട്രയിൽ വലിയ ജയം നേടിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ മഹായുതി സഖ്യം. RSS നേതൃത്വവും അജിത് പവാറും BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഷിൻഡെ വിഭാഗം അവകാശവാദം കടുപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വോട്ടെടുപ്പിൽ കൃത്രിമം ആരോപിച്ച കോൺഗ്രസ് വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ സമീപിക്കും. ഫഡ്നാവിസോ ഏക്നാഥ് ഷിൻഡെയോ ആരാകും മുഖ്യമന്ത്രി? ദില്ലിയിൽ മുന്നണി നേതാക്കൾ അമിത്ഷായുമായി ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. BJPയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച ഫഡ്നാവിസ് തന്നെ വേണമെന്നാണ് RSS. NCP നേതാവ് അജിത് പവാറും ഈ ആവശ്യത്തിൽ ഒപ്പമുണ്ട്. എന്നാൽ മറാഠ സമുദായക്കാരനായ ഷിൻഡെയ്ക്ക് ഒരിക്കൽ കൂടി അവസരം വേണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത്. ലാഡ്ലി ബഹൻ പോലെ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായ പദ്ധതി ഷിൻഡെയുടെ ബുദ്ധിയെന്നാണ് വാദം. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷിൻഡെയെ പിണക്കാൻ BJP ശ്രമിച്ചേക്കില്ല. ഒരു മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുല തന്നെയാകും നടപ്പാവുക. നാളെ നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ വ്യാപക തിരിമറി നടന്നെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിലെല്ലാം വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. വെള്ളിയാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ നൽകാനുള്ള സമയം. അതേസമയം ദില്ലിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ഹൈക്കമാൻഡിനോട് രാജ്യസന്നദ്ധത അറിയിക്കും. 24 മുംബൈ.